ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 കപ്പിന് അര കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഈ ജാറിലേക്ക് തന്നെ നമുക്കൊരു 10 ചെറിയുള്ളി, കൂടെ ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 250 കപ്പിന് 2 കപ്പ് പത്തിരിപ്പൊടിയാണ് വേണ്ടത്. നൈസായിട്ട് പൊടിച്ചെടുത്ത പച്ചരിപ്പൊടിയാണ് വറുത്തെടുത്തത്. അങ്ങനെ ഇപ്പോൾ 2 കപ്പ് പച്ചരിപ്പൊടി ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ പൊടി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് മാറ്റി വെച്ച ആ അരിപ്പൊടി ഫുള്ളായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കും. ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. ഇതുപോലെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കും. ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആ തേങ്ങയുടെ കൂട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. കൈ ചൂടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കൊന്ന് തണുത്ത വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചൂടോടുകൂടി തന്നെ വേണം ഇങ്ങനെ കുഴച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനിത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം പരത്തിയെടുക്കണം. ഇത് നമുക്ക് ഒരുപാട് കട്ടി കുറച്ചിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്.
ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞു പോവരുത്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇത് എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ സ്നാക്കായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കറി കൂട്ടിയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.